KTU 2019 സ്കീം ഫസ്റ്റ് ഇയർ ബേസിക് സിവിലിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ തിയറിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ആദ്യം നമ്മൾ ബേസിക്സ് ആണ് പറയുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ എഞ്ചിനീയറിങ്ങിൻ്റെ തന്നെ ഓൾഡസ്റ്റ് ബ്രാഞ്ചാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഡിസൈന്, കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ് ഓഫ് ബിൽഡിങ്, ഡാം, റോഡ്, കനാൽ, ബ്രിഡ്ജ്, റെയിൽവേ, എയർപോർട്ട് എക്സെട്ര, അങ്ങനെ പല ടൈപ്പ് സ്ട്രക്ചേഴ്സിൻ്റെയാണ്. ഇനി അതിനകത്ത് വരുന്ന വേരിയസ് ഡിസിപ്ലിൻസ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന വേരിയസ് ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് സർവേയിങ്. സർവേ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പോയിൻ്റ് എവിടെയാണോ അത് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പോയിൻ്റ് ഇപ്പോൾ ഗ്രൗണ്ടിന് മേലെയാണോ താഴെയാണോ, എത്ര മീറ്റർ മേലെയാണോ എത്ര മീറ്റർ താഴെയാണോ, അങ്ങനെ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഇതാണ് സർവേ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ, സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ആ ഒരു ബ്രാഞ്ചാണ് സർവേയിങ് എന്ന് പറയുന്നത്. ദെൻ ബിൽഡിംഗ് മെറ്റീരിയൽസ്. ഇപ്പം നമുക്ക് കൺസ്ട്രക്ഷന് പല ടൈപ്പ് മെറ്റീരിയൽസ് ആവശ്യം വരുമല്ലോ. ബ്രിക്ക്, ടൈല്, സോയില്, സിമെൻറ്റ്, അങ്ങനെ പല ടൈപ്പ് മെറ്റീരിയൽ ആവശ്യം വരും. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടി എന്താണ്, അത് ഏത് സാഹചര്യത്തിലാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയെല്ലാം വരുന്നതാണ് ബിൽഡിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ടെക്നോളജി. ഇപ്പോൾ നമുക്കൊരു സാധനം പണിയാനാണെങ്കിൽ തന്നെ പല ടൈപ്പ് ടെക്നോളജീസ് അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ഏത് ടെക്നോളജിയാണ് കൺവീനിയൻ്റ് ആയിട്ട് എടുക്കുക, അപ്പോൾ നമുക്ക് ആ സ്ഥലത്തിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ അനുസരിച്ച് ഏത് മെത്തേഡായിരിക്കും സ്യൂട്ടബിൾ ആവുക, അതാണ് കൺസ്ട്രക്ഷൻ ടെക്നോളജി വരുന്നത്. ദെൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമുക്കിപ്പം അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ, ഇപ്പം നമ്മൾ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഏത് സ്ട്രക്ചർ ആണെങ്കിലും അതിനകത്ത് നമുക്ക് എത്ര സേഫായിട്ടിരിക്കും, എത്ര ലോഡ് വരെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, ഇപ്പം നമ്മൾ ഓരോ സാധനങ്ങൾക്ക് എന്തോരം ഡൈമെൻഷൻസ് കൊടുത്താലാണ് അത് സേഫായിട്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങിൽ വരിക. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ, ജിയോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, എർത്താണ്. അപ്പോൾ റിലേറ്റഡ് ടു എർത്ത് വരുന്നതാണ് ജിയോ ടെക്നിക്കൽ. അതായത് നമ്മളുടെ അവിടുത്തെ മണ്ണ് എന്താണ്, മണ്ണിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, അതിൻ്റെ സ്റ്റെബിലിറ്റി എന്തോരമുണ്ട്, എത്ര ലോഡ് വരെ അതിന് താങ്ങാൻ പറ്റും, അതിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി എത്രയാണ്, അതൊക്കെ പഠിക്കുന്നതാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. ഹൈഡ്രോളിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടറിനെ പറ്റിയിട്ടും വാട്ടറിൻ്റെ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയൊക്കെയായിരിക്കും അത് ഒഴുകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഹൈഡ്രോളിക്സ് വരിക. വാട്ടർ സോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതുപോലെ നമുക്ക് ഇറിഗേഷന് വേണ്ടിയിട്ട് നമുക്ക് ആ വാട്ടർ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഡാംസിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഡിസൈൻ, അതെവിടെയാണ് കൊടുക്കേണ്ടത്, അതുപോലെ കനാലുകൾ, വിയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ് വാട്ടർ റിസോഴ്സസിൽ. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും നമുക്ക് റോഡ്, റെയിൽവേ, എയർപോർട്ട്, ബ്രിഡ്ജസ്, അതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻസ്, അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ സർവേ, അതുമായിട്ട് ഹാർബർ, അങ്ങനത്തെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ വാട്ടറിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, റൂറൽ ഏരിയയിൽ എങ്ങനെയാണ്, അർബൻ ഏരിയയിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതുപോലെ ഇപ്പം നമുക്ക് വാട്ടറിൻ്റെ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയായിരിക്കും, ഡ്രിങ്കിങ് വാട്ടറിൻ്റെ. ഇനി വാട്ടർ ടെസ്റ്റ് നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുക, വേസ്റ്റ് വാട്ടർ ഉണ്ടെങ്കിൽ അതിനെ പ്യൂരിഫൈ ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്, അതൊക്കെയാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. ആർക്കിടെക്ചർ ആൻഡ് ടൗൺ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് ജസ്റ്റ് പണിയുമ്പോൾ സ്ട്രെങ്ത് മാത്രമല്ല, അത് എസ്തെറ്റിക്കലി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കണമല്ലോ, നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു അട്രാക്റ്റീവ്നെസ് തോന്നുന്ന രീതിയിൽ അത് ഭംഗിയാക്കാനായിട്ട്, മോടി കൂട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ അതിനകത്ത് ചെയ്യാൻ പറ്റും, അതെല്ലാം മെയിനായിട്ട് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഡിസിപ്ലിനിൽ വരുന്നത്. ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ റിലവൻസ് എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഡ്രിങ്കിങ് വാട്ടറൊക്കെ പ്യൂരിഫൈ ചെയ്യുക, അതുപോലെ വേസ്റ്റ് വാട്ടറിൻ്റെയൊക്കെ കാഠിന്യം കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും, വലിയ വലിയ സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് പറ്റും, അങ്ങനത്തെയൊക്കെ. ദെൻ നമുക്ക് മെയിനായിട്ടും ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ടൈപ്പ് ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ് നമുക്ക് ആവശ്യമുള്ളത്. അതായത് സ്കൂള്, ഇൻഡസ്ട്രീസ്, ഹോസ്പിറ്റൽസ്, ഓഫീസസ്, ഫാക്ടറീസ് പോലത്തെ വലിയ വലിയ ബിൽഡിങ്ങുകൾ, റിവർ, റെയിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്രോസ് ചെയ്യാൻ ബ്രിഡ്ജസ് വേണം, വാട്ടർ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഡാം വേണം, ടൗണുകൾ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ റോഡ് വേണം, റെയിൽവേ ട്രാൻസ്പോർട്ട് വേണം, എയർ ട്രാൻസ്പോർട്ട് വേണം, ഇലക്ട്രിക് പവർ വേണം. അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ട ബിൽഡിങ്ങിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത റിമാർക്കബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യയിൽ നമുക്ക് ഓർത്തിരിക്കേണ്ട കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് മുംബൈ ഈസ്റ്റേൺ ഫ്രീവേ, സെക്കൻഡ് ലാർജസ്റ്റ് ഫ്ലൈ ഓവറാണ്, ഒരു ദിവസം ഏകദേശം 25,000 വെഹിക്കിൾസ് പാസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ലെങ്ത് 17 കിലോമീറ്ററാണ്. പിന്നെ അതുപോലെ തന്നെ ഉധംപൂർ കത്ര റെയിൽ ലിങ്ക്, അതുപോലെ തന്നെ ഡബിൾ ഡെക്കർ ട്രെയിന് ഫ്രം ചെന്നൈ ടു ബാംഗ്ലൂർ, അങ്ങനത്തെ കുറച്ച് റിമാർക്കബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിൻ്റെ എക്സാമ്പിൾസൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്.